നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും ഭക്ഷണം കഴിച്ചു? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോഴേ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെയൊക്കെ നോയമ്പുകാലം തുടങ്ങിയപ്പം നമ്മുടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും നോയമ്പ് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പലഹാരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓർത്തു കഞ്ഞി വയ്ക്കാമെന്ന്. തീ കത്തിച്ച് കഞ്ഞിക്ക് അങ്ങോട്ട് വെള്ളം വെച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു മഴയ്ക്ക് പറക്കുവാനായിട്ട്. ആ പാത്രങ്ങളൊക്കെ മഴയ്ക്ക് പറക്കി എടുക്കുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. എല്ലാ ദിവസവും നോയമ്പ് നോക്കിയില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസമെങ്കിലും നോയമ്പ് നോക്കാം. എന്നാലും ഇറച്ചിയും മീനും മുട്ടയും കഴിക്കില്ലെന്നേ ഉള്ളൂ. 3 നേരവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഗുളികയും മരുന്നുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കും അത് തന്നെയാണ്. ഗുളികയും മരുന്നും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും 3 നേരവും ഭക്ഷണം കഴിക്കും. പക്ഷേ ഇറച്ചിയും മീനും ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണ്. ഈ നമ്മുടെ നോയമ്പിൻ്റെ ആ ഈസ്റ്ററിനോട് അടുത്തല്ലോ. നമുക്ക് കുറച്ച് വെള്ളിയാഴ്ചയെങ്കിലും നമുക്ക് നോയമ്പ് നോക്കണം എന്ന് ഞാൻ തീരുമാനിച്ച് അങ്ങനെയാണ് ഇന്ന് കഞ്ഞിയാക്കുന്നത്. അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പയറാണ് തോരൻ വയ്ക്കുന്നത്. ആ പയറെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങപ്പയറൊന്നുമല്ല, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന വലിയ പയർ, വൻപയറെന്ന് ഇവിടെ പറയും, ചുവന്ന പയർ. തോരൻ വയ്ക്കാൻ തലേദിവസം കുതിർത്തൊന്നുമില്ലായിരുന്നു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, കുതിർത്തൊന്നുമില്ല. ഞാൻ പിന്നെ കുക്കറിലോട്ട് കുതിർക്കാതെ തന്നെ ഇട്ട്. പണ്ടൊക്കെയുള്ള പയറാണെങ്കിൽ കുക്കറിലോട്ട് ഇട്ട് കഴിയുന്ന ഉടനെ, അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിട്ട് കഴിയുന്ന ഉടനെ നന്നായി വേകുമായിരുന്നു. ഇപ്പം വാങ്ങിക്കുന്ന പയറുകളൊന്നും വേകാൻ ഭയങ്കര പ്രയാസമാണ്. വേകാൻ ഭയങ്കര മടിയാണ്. കുക്കറിൽ കുതിർത്താൽ പോലും വേകാൻ മടിയാണ്. ഇത്രയ്ക്ക് നല്ല പയറൊന്നുമല്ല കിട്ടുന്നത്. ഇത് എങ്ങനത്തെ പയറാണെന്നൊന്നും അറിയില്ല. നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ആ പയറിടുന്നത്. ഈ പാത്രങ്ങളെല്ലാം നമ്മൾ മഴക്കിയെടുത്തു. ഇനിയും പയറൊന്ന് കഴുകി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് പയർ മാത്രമേ എടുക്കുന്നുള്ളൂ. കൂടുതൽ പയറെടുത്ത് അത് തോരൻ വെച്ചിരുന്നാലും അത് ചീത്തയായി പോകും പെട്ടെന്ന്. ചൂടല്ലേ, നല്ല ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂട്. 1-2 പ്രാവശ്യം ചെറുതായിട്ട് മഴ പെയ്തു പോയി. എന്നാലും നല്ല ശക്തിയായിട്ടൊന്നും മഴ പെയ്തിട്ടില്ല ഇവിടെ. കൂട്ടുകാരുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തോ? ഇവിടെ നമ്മൾക്ക് വെള്ളത്തിന് പ്രയാസമൊന്നുമില്ല എങ്കിലും അടുത്തുള്ള സമീപ സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് നല്ല പ്രയാസമാണ്. അവർ കാണാം, വലിയ നമ്മുടെ പിക്കപ്പിനൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് കാണാം. അതുപോലെ പ്രയാസമായി തുടങ്ങിയിട്ടുണ്ട്. 2-3-4 മഴ നല്ലതായിട്ട് പെയ്താൽ അവർക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആകും. പക്ഷേ നമുക്കൊരിക്കലും വെള്ളത്തിന് ഈ വീട്ടിൽ ഒരു പ്രയാസം വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. വന്നാൽ എന്ത് ചെയ്യും? കിണർ പറ്റുന്ന കിണറല്ല. ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ കഞ്ഞിയുടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചു, അരിയിട്ട് കൊടുത്തു. പയറും ഒക്കെ ഒന്ന് കഴുകി പറക്കി നമ്മുടെ കുക്കറിലോട്ടിട്ട് ഇനിയും അത് നമുക്ക് വേവിച്ചെടുക്കാം. തീ കത്തിച്ച് കുക്കറ് അടുപ്പിലോട്ട് വെച്ചു. അതിനുശേഷം പയറിന് വേണ്ടി അരയ്ക്കാനുള്ളതാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. പിന്നെ വറ്റൽമുളക് ഇവയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം.
കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. കൂടാതെ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും കൂട്ടി നമുക്ക് ഇന്ന് അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം, അതായത് അരകല്ലിൽ. കാരണം നമ്മുടെ മിക്സി കുത്തുന്ന ആ പ്ലഗിന് എന്തോ തകരാറുണ്ട്. അങ്ങോട്ട് കുത്തുമ്പോഴത്തേക്കിനും അതിൽ നിന്നും തീ മിന്നായം പോലെ വരികയാണ്. അപ്പോഴേ എന്തോ എനിക്കൊരു പേടി പോലെ ഞാൻ പിന്നെ ആ മിക്സിയുടെ പ്ലഗ് കുത്താതെ തന്നെ ഞാൻ ഇന്ന് അരകല്ലിലാണ് അരച്ചെടുത്തത്. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ സമയം നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ കഞ്ഞിയൊക്കെ വാർത്തിട്ടു. അപ്പോഴേ എൻ്റെ വീഡിയോ കൂട്ടുകാർ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക്, ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്യണേ, മറക്കല്ലേ. ഇപ്പോഴേ നമ്മുടെ അരപ്പെല്ലാം തയ്യാറാക്കുവാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ശേഷം അരകല്ലിൽ അരച്ചെടുക്കാം. അപ്പോൾ അരകല്ലിൽ അരച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ ഫോണ് തകരാറിലാവുകയാണ്. പിന്നെ അത് നന്നാക്കി ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അരകല്ലിൻ്റെ ഒരു കോണ് മാത്രമേ കാണത്തുള്ളൂ. എല്ലാം ഒന്നും വീഡിയോ പിടിക്കാനുള്ള ഇല്ല. ഞാൻ തന്നെയല്ലേ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എൻ്റെ വീഡിയോയിലുണ്ട്. എനിക്കറിയാം. അത് കൂട്ടുകാർക്കൊന്നും കാണാൻ ഇഷ്ടപ്പെടില്ല എന്നറിയാം. എങ്കിലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെനിക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ അരച്ചെടുക്കുകയാണ്. വറ്റൽമുളക്, മഞ്ഞൾ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇവയെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ ഈ അരപ്പ് നമുക്കൊരു ചീനച്ചട്ടി ആദ്യം ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോഴേ ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അരച്ച് വെച്ചിരുന്ന അരപ്പോടിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിന് ശേഷം വെന്ത് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് കോരിയിട്ട് ഇളക്കി ഒന്ന് അമുക്കി അടച്ച് വെച്ചു. അതായത് അരപ്പിലെ ഉപ്പും എരിവും എല്ലാം നമ്മുടെ പയറിലേക്ക് പിടിക്കണ്ടായോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അമുക്കി അടച്ച് അത് കുറച്ച് നേരം ചെറിയ തീയിൽ ഒന്നുകൂടെ വേവിച്ചെടുത്തു. പിന്നീട് പിന്നെ മറ്റ് കൂട്ടാനോ കറികളോ ഒന്നും വെക്കാൻ പോയില്ല. അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും കഴിഞ്ഞ ദിവസം പപ്പടം ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ലോകം മൊത്തം ഞാൻ നോക്കി, എവിടെ വെച്ചെന്നും ഒന്നും അറിയില്ല. ഭയങ്കര മറവിയുണ്ട് കൂട്ടുകാർ. ഇതുപോലെ മറക്കുന്ന ഒരാൾ ഈ ലോകത്ത് കാണത്തില്ല. എല്ലാ കാര്യങ്ങളും മറക്കും. ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെച്ചിടം മറന്നു പോകും. പിന്നെ ഞാൻ നോക്കി നടക്കുകയാണ്. ഒരു ദിവസം മുഴുവനും ഈ വീടും പരിസരവും അരിച്ച് പറക്കി നോക്കും. അതാണ് എൻ്റെ തൊഴിൽ. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം ഗ്യാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബുക്ക് എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തപ്പി നടക്കണം. ഇങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം കഞ്ഞിയൊക്കെ വെന്ത് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് കഞ്ഞി വിളമ്പി കൊടുത്തു. അതിനുശേഷം എനിക്കുള്ള കഞ്ഞി വിളമ്പി. അച്ചാറും അമ്മയ്ക്ക് അച്ചാറൊന്നും വേണ്ട. പഴയ എനിക്കുള്ള കഞ്ഞി വിളമ്പി. ഇന്ന് പ്ലാവില കുത്തി പ്ലാവിലയിലാണ് കഞ്ഞി കുടിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേരെല്ലാം ഓർത്തോണം. അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ ആ ചാനലിൽ ഓർമ്മ വന്നല്ലോ. പ്ലാവില കുത്തിയാണ് ഞാൻ ഇന്ന് കഞ്ഞി കുടിക്കുന്നത്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പോഴേ കഞ്ഞി കുടിക്കുകയാണ്. ഹാ എന്തൊരു ടേസ്റ്റ്. അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.